വയനാട് വെറ്ററിനറി കോളേജിൽ പരസ്യ വിചാരണയ്ക്കിരയായി ജീവിതം നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിന്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഇതുപോലെ കുറ്റവിചാരണകൾ നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അമ്മുവിന്റെ മരണം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവനും ഇങ്ങനെ കുറ്റവിചാരണയ്ക്ക് ഇരയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. അമ്മു ആത്മഹത്യ ചെയ്ത കേസിൽ സഹപാഠികളായ 3 പെൺകുട്ടികൾ മാത്രമല്ല, കോളേജിലെ ഒരു അധ്യാപകനും പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ പുതിയ പരാതി. കോളേജിൽ വെച്ച് അവർ കുറ്റവിചാരണ നടത്തിയതും പരസ്യ പരിഹാസവും അവളെ മാനസികമായി തളർത്തി. സംഭവത്തിൽ ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്ക് കാണാതായ സംഭവത്തിൽ അമ്മുവിന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്ന് പിതാവ് ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യത്തിൽ സൈക്യാട്രി വിഭാഗം അധ്യാപകൻ സജി കോളേജിൽ വെച്ച് അമ്മുവിനെ കുറ്റവിചാരണ നടത്തിയെന്നും ഈ ദിവസം വൈകിട്ടാണ് അമ്മുവിന്റെ മരണം സംഭവിക്കുന്നതെന്നും അമ്മുവിന്റെ പിതാവ് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു. ഈ സംഭവം കണക്കിലെടുത്ത് അധ്യാപകൻ സജിയെയും കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് പിതാവ് പത്തനംതിട്ട DYSPക്ക് പുതിയ പരാതി നൽകിയിട്ടുള്ളത്. 15-ാം തീയതി ഇവിടെ സജി എന്നും പറഞ്ഞിട്ടൊരു സൈക്കാട്രിയുടെ സാറുണ്ട്. അദ്ദേഹം ഇവിടെ 2 മണി തൊട്ട് 4 മണി വരെ ഒരു റൂമിൽ ഞങ്ങൾ ഇന്നറിഞ്ഞു വരുന്നതായിരുന്നു. റൂമിൽ വിളിച്ച് നിർത്തിയിട്ട് ഈ മറ്റേ പ്രതികളെ 3 കുട്ടികളെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ നിർത്തി ഓരോ കുട്ടികളെയും വിളിച്ച് ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു, ഒരു കുറ്റവിചാരണ പോലായിരുന്നു അവളെ ചെയ്തത്. അങ്ങനെ അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത്. അമ്മു നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു. അതിൽ നല്ല മനോവിഷമം ഉണ്ടാവും. ഓക്കെ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോളേജ് തല നടപടികളുടെ ഭാഗമായി ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സിപാസിന്റെ കീഴിലുള്ള സീതത്തോട് കോളേജിലേക്ക് സ്ഥലം മാറ്റി. പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പലിന് ചുട്ടിപ്പാറ കോളേജിന്റെ ചുമതലയും നൽകി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിനികളായ അഞ്ജന, അലീന, അക്ഷിത എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.